പ്രത്യേകിച്ച് ഈ കപ്പ തിന്നുന്ന ഷോട്ട്സ്, കപ്പ തിന്നുന്നപ്പോ KC അവിടെ ചെന്ന് കപ്പ പരിശോധിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പോഴാണ് അറിയുന്നൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെ ഇതൊക്കെ ട്രോളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ ട്രോൾ ചെയ്യുന്നവർ ട്രോൾ ചെയ്തോട്ടെ, മോശമായി പറഞ്ഞത് മോശമാണ്. ഞങ്ങളുടെ ഉദ്ദേശം നടന്നു. എന്തായാലും കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിലെ ഏറ്റവും യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, തൊഴിലിടങ്ങളിലെല്ലാം സുരക്ഷിതമില്ലായ്മയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം ചെയ്തത് എന്താണ്? മൻരേഗ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയ ഉടനെ എന്റെ മണ്ഡലത്തിൽ പോയിട്ട് മൻരേഗ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പോയിട്ട് അവിടെ പോയി അവരുമായിട്ട് സംസാരിച്ചു. അത് ബിഗ് ട്രോളായി. പക്ഷേ മൻരേഗയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ പോകുമ്പോഴും അവർ തൊഴിലാളികൾ വളരെ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഇതുപോലെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം വരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പാലക്കാട് ഞാൻ പോയിരുന്നു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ നെൽ കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്ന 6.39 ഉറുപ്പിക അഡീഷണൽ ബോണസ്, അഡീഷണൽ ഇതിന്റെ താങ്ങുവിലയുടെ അഡീഷണൽ സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ്. അപ്പം ഞാൻ പാലക്കാട് പോയപ്പോൾ പാലക്കാടത്തെ നെൽകർഷകരെ കാണാൻ പോയി. അവരുടെ പൊതുവായ പ്രയാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ വെച്ചിട്ട് ഈ തീരുമാനം പറഞ്ഞ അപ്പോൾ തന്നെ ഞങ്ങൾ പാർലമെന്റിൽ വിഷയം ശക്തമായിട്ട് ഉന്നയിച്ചാണ് പിന്നീട് വീണ്ടും മന്ത്രിക്ക് കത്തെഴുതി. അത് കഴിഞ്ഞിട്ടാണ് ആലപ്പുഴയിൽ വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ വിലക്കയറ്റം. 10 കൊല്ലം മുമ്പ് സാധനങ്ങളുടെ വില എത്രയായിരുന്നു, ഇപ്പോൾ സാധനങ്ങളുടെ വില എത്രയായിരുന്നു, നമ്മുടെ അടുക്കള ബഡ്ജറ്റിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, ഇത് വിലക്കയറ്റം എങ്ങനെ അടുക്കള ബഡ്ജറ്റിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ. അതൊരു ക്യാമ്പയിനായിരുന്നു. അതിനു മുമ്പ് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ച ശേഷം ഒരു അടുക്കളയിൽ കയറി അവിടെ അവർ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇതിനകത്ത് ട്രോളത്രയും ചെയ്തോട്ടെ, പക്ഷെ റിയാലിറ്റി ഒന്ന് നോക്കുക. വിലക്കയറ്റം ഉണ്ടോ ഇല്ലയോ, വിലക്കയറ്റം ചർച്ച ചെയ്യണോ ഇല്ലയോ, ഇതാണ് ഇന്നത്തെ പൾസ്. തീർച്ചയായിട്ടും. മുൻപ് പെൻഷൻ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഇതുപോലെ എന്നെ വളച്ചൊടിച്ചു പറഞ്ഞു. പെൻഷൻ കൊടുക്കുന്നതിന് പെൻഷൻ കാര്യം ഞാൻ പറഞ്ഞു ഇലക്ഷൻ സമയത്തിന് മുമ്പ് കൊടുക്കേണ്ട ഒന്നല്ല പെൻഷൻ, അത് അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അന്നേരം വളച്ചൊടിച്ചു. അപ്പൊ ഇത് അവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ അസ്വസ്ഥതയോടെ ട്രോൾ ചെയ്യുന്നെങ്കിൽ ആ ട്രോൾ നല്ലതാണെന്നേ. അത്യാവശ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നം കർണാടകത്തിൽ ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല, കർണാടകത്തിലും ഇന്നിപ്പോൾ തെലങ്കാനയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും മുഖ്യ ചർച്ചാ വിഷയം അതായിരുന്നു. തെലങ്കാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഗിഗ് വർക്കേഴ്സിന്റെ ബില്ല്, ആ ബില്ലിലെ പ്രൊവിഷൻ എന്തൊക്കെയായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 18ഓളം പേരാണ് ആക്സിഡന്റിൽ മരിച്ചത്. ഗിഗ് വർക്കേഴ്സ് മാത്രം നമ്മുടെ കേരളത്തിൽ. കാരണം ഇവരുടെ സമ്മർദ്ദങ്ങളും പ്രഷറും കൊണ്ട് അവരിപ്പോൾ എന്താണ് ഗിഗ് വർക്കേഴ്സ്, അവർ പാർട്ട്നേഴ്സാണ്. നമ്മുടെ ഈ ഇതിന്റെയൊക്കെ തന്നെ കമ്പനികളുടെ പാർട്ട്നേഴ്സായിട്ടാണ് അവരെ കണക്കാക്കുന്നത്, വർക്കേഴ്സ് അല്ല. അതുകൊണ്ട് വർക്കേഴ്സിന് കിട്ടുന്ന ഒരു ആനുകൂല്യം അവർക്ക് കിട്ടൂല. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് മുന്നോട്ട് പോകും. ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പലരെ അലോസരപ്പെടുത്തും. കേരളത്തിൽ അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളായിട്ട്, ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതവർ പറയും, അത് പറയുന്ന മുമ്പാകെ വരും. ഇത്തരം കാര്യങ്ങളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെയ്യുന്നവർ ട്രോൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, അവരുടെ ജോലി അവർ നിർവഹിക്കട്ടെ. പക്ഷേ ഒറ്റ കാര്യം, ഈ വിഷയം ഉന്നയിക്കുന്ന വിഷയം ശരിയോ അല്ലയോ. കപ്പ തിന്നുന്ന കാര്യം ഞാൻ കൊച്ചുനാൾ മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കപ്പയും ചമ്മന്തിയും. ഇത് നല്ല കാന്താരിമുളക് ചമ്മന്തിയും കപ്പയും. ഇപ്പോഴല്ല, കൊച്ചുനാൾ മുതലേ. അപ്പോൾ ആദ്യമായിട്ട് കപ്പ കണ്ടൊന്നുമല്ലല്ലോ. ഞാൻ കപ്പയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. ഓക്കെ.